അപ്പോൾ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പെരുമ്പാവൂരിൽ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ട ജിഷ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയുടെ അമ്മ രാജേശ്വരി അമ്മയ്ക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞു പോയ പല കാര്യങ്ങളും അമ്മ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ അത് ടാഗ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങളത് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ആരും ദയവ് ചെയ്ത് ആ അമ്മയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും തെറി വിളിക്കാൻ വേണ്ടിയിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് വരരുത്. കാരണം പലരും പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്, പണ്ട് കാലത്ത് കയ്യിൽ പണം കിട്ടിയ സമയത്ത് ആരെയും വേണ്ടാണ്ട് ദൂർത്തടിച്ച് നടന്ന സ്ത്രീയല്ലേ ഇപ്പോൾ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത്തരക്കാരോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, നമുക്കും എന്നും എപ്പോഴും സംഭവിക്കാം. ആർക്കും നമ്മൾ നല്ല രീതിയിലിരിക്കുന്ന സമയത്ത് കുറേയേറെ പണം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പൈസ ഭാവിയിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നതിനെക്കുറിച്ചൊന്നും ചിലപ്പോൾ ചിന്തിച്ചു എന്ന് വരില്ല. അപ്പം കാണുന്ന രീതിയിൽ അടിച്ചു പൊളിച്ച് തീർത്തിരിക്കും. പക്ഷേ ഈ ഒരു അമ്മയുടെ കാര്യത്തിൽ അതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു പൈസ എങ്ങനെ പോയി എന്നൊക്കെയുള്ള കാര്യം അമ്മ അലമുറയിട്ട് കരഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ ഞാനിത് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കയറി കാണുക. പിന്നീട് വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ ആ അമ്മയെ തെറി വിളിക്കാണ്ട് തന്നെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും.